ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. സാധാരണ കടലക്കറിക്ക് ചാറിന് നല്ല കട്ടി കിട്ടാനായിട്ട് കടല അരച്ച് ചേർക്കുകയോ അല്ലെങ്കിൽ തേങ്ങ വറുത്തരച്ച് ചേർക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. ഇതൊന്നും തന്നെ ചെയ്യാതെ നല്ല കട്ടിയുള്ള ചാറോട് കൂടിയ കടലക്കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ട് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ സവാള ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസിലുള്ള സവാളയും കുറച്ച് ചുവന്നുള്ളിയുമാണ് ചേർത്തിരിക്കുന്നത്. ചുവന്നുള്ളി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, സവാള തന്നെ ചേർത്ത് കൊടുത്താലും മതിയാവും. അങ്ങനെയാണെങ്കിൽ 2 മീഡിയം സൈസിലുള്ള സവാള നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 3 വെളുത്തുള്ളിയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ ചേർത്ത് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ വഴണ്ട് വരണം. അതും ചെറിയ ഫ്ലെയിമിലിട്ട് തന്നെ നമ്മൾ വഴറ്റിയെടുക്കണം. എങ്കിൽ മാത്രമേ കറിക്ക് നല്ല രുചി ഉണ്ടാകത്തുള്ളൂ. സവാളയുടെ കളറൊക്കെ ഇതേപോലെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്തേക്ക് നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് തക്കാളിയും നന്നായിട്ട് ഇതിലേക്ക് വഴണ്ട് വരണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. തക്കാളിയും വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചത്. ഇത്രയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ഒരു സമയത്ത് ഇളക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂട് മാറാനായിട്ട് മാറ്റി വെക്കാം. ചൂട് പോയതിന് ശേഷം ഇത് നമുക്ക് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് മാറ്റി വെക്കുന്നത്. ഈ അരച്ചെടുത്ത മസാല വെച്ചിട്ടാണ് നമ്മൾ കടലക്കറി തയ്യാറാക്കുന്നത്. ചൂട് മാറിയതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിപ്പം 1/4 കപ്പ് അളവിൽ വെള്ളം 2 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. മൊത്തത്തിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 വട്ടമായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ടാണ് ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് കടലയിലേക്ക് ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു കുക്കറിലേക്ക് കടല ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അളവ് കടലയാണ് ഞാൻ എടുത്തിരുന്നത്. അത് കഴുകി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. തലേദിവസം രാത്രി കുതിർത്ത് വെച്ച് എടുത്ത കടലയാണ്. ഇതിലേക്ക് നമ്മളിപ്പം അരച്ചെടുത്ത മസാലയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ബാക്കി മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മിക്സിയുടെ ജാറിൽ പറ്റി പിടിച്ചിരിക്കുന്നതെല്ലാം. അപ്പോൾ ഏകദേശം മൊത്തത്തിലൊരു 3-3.25 കപ്പ് അളവിൽ വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി മസാലയെല്ലാം ഈ കറിയിൽ നല്ലതുപോലെ യോജിപ്പിച്ച് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കടല വേവിക്കാനായിട്ട് വെക്കാം. ഇനി കടല വേവിക്കാൻ വെക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്കുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. മസാലയിലേക്കുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. കടലയിലേക്കുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം കുക്കർ അടച്ച് ഏകദേശം ഒരു 7-8 വിസിൽ വേണം. ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ അടിച്ചതിന് ശേഷം പിന്നീട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 8 വിസിലോളം അടിച്ചെടുത്തിട്ടാണ് ഈ കടല വേവിച്ചെടുത്തിരിക്കുന്നത്. കടലക്കറി ഉണ്ടാക്കുമ്പോൾ കടല നല്ലതുപോലെ വെന്തിട്ടുണ്ടെങ്കിലാണ് ആ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഓരോ കുക്കറിനനുസരിച്ചും കടല വേവുന്ന വിസിലിൻ്റെ അളവ് വ്യത്യാസമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ കുക്കറിൽ എങ്ങനെയാണോ അതിനനുസരിച്ച് വിസിലിൻ്റെ അളവ് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. പക്ഷെ എന്നാലും ഒരു 7 വിസിൽ അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കടല വെന്ത് കിട്ടും. ഇപ്പോൾ ഇത് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല കുറുകിയ ചാറോട് കൂടി തന്നെ നല്ല കട്ടിയുള്ള ചാറിൽ നമുക്ക് കടല ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ തേങ്ങയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കടല അരച്ച് ചേർക്കേണ്ട, ഒന്നും ചേർക്കേണ്ട. ഈ ഒരു രീതിയിൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് ഈ ഒരു കറിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് ചേർക്കണം, അതായത് കടുക് പൊട്ടിച്ച് ചേർക്കണം. അതുകൂടെ ഉള്ളൂ. അതുകൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പം കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് അല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അത് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി കടലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ കടലക്കറി എല്ലാം ഒരുമിച്ച് ചേർത്ത് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റിലുള്ള കടലക്കറിയാണിത്. ഒരു പ്രാവശ്യം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി
നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. റെസിപ്പി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്